വിനീത, കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ചില മേഖലകളിലൊക്കെ, അതിർത്തിയോട് ചേർന്ന മേഖലകളിലൊക്കെ കരുതൽ എന്നോണം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നുവല്ലോ. നിലവിൽ സ്ഥിതിഗതികൾ എന്താണ്? ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിലവിലെ സാഹചര്യത്തോട്, വിനീത? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അതേപോലുള്ളൊരു ഗ്രാമത്തിലാണ്. ഒരു രാംതീർത്ഥ എന്ന് പറയുന്നൊരു മേഖലയാണിത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് രാമസ്വാമി ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. കൂടുതലും കർഷകരും ഒക്കെയാണ് ഈ ഗ്രാമത്തിലുള്ളത്. നമുക്ക് ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഈ ആളുകളൊക്കെ അവർ വീടുകളിലേക്കൊക്കെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവർ അവരുടെ മറ്റ് ദൈനംദിന കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഒരു സാധാരണ രീതിയിലേക്ക് ജീവിതം മാറിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ മേഖലകളിൽ നിന്നുടനീളം കാണാൻ കഴിയുന്നത്. വലിയൊരു ആശങ്കയൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഈ അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമേ അല്ല നിലവിൽ. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ആളുകൾ പുറത്തേക്കൊക്കെ ഇറങ്ങുകയും അവർ ഇങ്ങനെ പശുക്കളെയും ഒക്കെ മേയിച്ച് കന്നുകാലികളെയൊക്കെ മേയിച്ച് നടക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നത് തന്നെയാണ് ഇത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ വ്യക്തമാക്കാൻ കഴിയുന്നത്. വലിയൊരു ആശങ്കയിൽ തന്നെയായിരുന്നു ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് അടക്കമുള്ളവർ. കാരണം മറുവശത്ത് ബോർഡറാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള ഒരു കടുത്ത നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ ആശങ്ക തന്നെയായിരുന്നു ഈ മേഖലകളിലേക്കൊക്കെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഇനി യാതൊരു കാരണവുമില്ല. അത്തരത്തിലേക്ക് ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല ഇനിയിപ്പോൾ നിലവിലുള്ളത്. പക്ഷെ അതേസമയം ഈ അതിർത്തി പങ്കിടുന്ന മേഖലകളിലേക്കൊക്കെ ഇപ്പോഴും ഒരു ജാഗ്രത തുടരുന്നുണ്ട്. ഈ അമൃത്സർ അടക്കമുള്ള മേഖലകളിൽ, ഈ അതിർത്തിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മേഖലകളിലൊക്കെ പടക്കം പൊട്ടിക്കാൻ പാടില്ലെന്നും ഒപ്പം തന്നെ ഡ്രോണുകൾ പറത്താൻ പാടില്ല എന്നും ഒക്കെയുള്ളൊരു നിർദ്ദേശമുണ്ട്. ഒപ്പം ഇന്ന് പഞ്ചാബിലെ സ്കൂളുകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഇന്ന് തുറന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം ഈ അതിർത്തി മേഖലകളിലുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും ഒക്കെ ഇപ്പോഴും പൂർണ്ണമായും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഒപ്പം അട്ടാരി അതിർത്തിയിൽ ഉൾപ്പെടെ ഇപ്പോഴും വലിയ നിയന്ത്രണങ്ങൾ തുടരുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രാത്രികാലങ്ങളിലൊക്കെ ആകുമ്പോഴും ഇന്നലെയൊക്കെ നമുക്ക് അതാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ജനജീവിതം കൂടുതൽ സജീവമാകുന്ന കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. അതിൽ ഈ ഒരു അവരുടെ ഒരു വിനോദസഞ്ചാര മേഖലകളിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ ഉണ്ടായ വലിയൊരു നഷ്ടമുണ്ട്. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഒരു ടൂറിസം സീസൺ ആണെന്നാണ് ഇവർ പറയുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ അമൃത്സറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ വലിയൊരു നഷ്ടമുണ്ടായെന്ന് പറയുന്നുണ്ട്. അതൊക്കെ തിരികെ പിടിക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് നഗര മേഖലകളിലേക്കൊക്കെയുള്ള ആളുകൾ, കച്ചവടക്കാർ. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗ്രാമ മേഖലകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാണ് കാണാൻ കഴിയുന്നത്. ആളുകൾ കൂടുതൽ സജീവമായിരിക്കുന്നു. കൃഷിക്കാരാണ് ഈ മേഖലകളിലേക്കൊക്കെ ഏറെ ഉള്ളത്. അവർ അവരുടെ ഒരു ദൈനംദിന കാര്യങ്ങളും അവരുടെ ഒരു പഴയ ജീവിത രീതിയിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉന്മേഷ്. അമൃത്സറിലെ ഗ്രാമമേഖലയിൽ നിന്നാണ് ഇപ്പോൾ വിനീത VG വിവരങ്ങൾ നൽകിയത്. ജനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോഴും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ ചെറിയ തോതിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിനീത VG അവിടെ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടായി നൽകുന്നത്.